നമസ്കാരം. CPM-ലും കോൺഗ്രസിനുമൊക്കെ ഒരു പുതിയ ധ്രുവീകരണം ഉണ്ടാകുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ മുഖം തന്നെ മാറുന്നോ എന്നൊരു സംശയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം സുപ്രധാനമായ 2 യോഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനം സാക്ഷിയായത് എന്നുള്ളതാണ്. CPM-ൽ പിണറായി വിജയൻ എന്ന സർവശക്തനായ ക്യാപ്റ്റന്റെ അപ്രമാദിത്യം ചോദ്യം ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് AKG സെന്ററിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങിക്കേട്ടതെങ്കിൽ KPCC ആസ്ഥാനത്ത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് ചാലക ശക്തിയായി മാറിയ KC വേണുഗോപാലിനെ നേതാക്കൾ പ്രശംസാ വചനങ്ങളും അനുമോദനങ്ങളും കൊണ്ട് മൂടുകയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ട കനത്ത തോൽവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും കാരണമായെന്ന് CPM അണികൾ രഹസ്യമായെങ്കിലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയന്റെ ശൈലിയോട് വിയോജിപ്പുള്ളവർ CPM-ൽ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ കൊണ്ട് തെളിയിക്കുന്നത്. അതിപ്പോൾ ജില്ലാ കമ്മിറ്റികളും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. സർക്കാരിന് മേൽ പാർട്ടിക്ക് നിയന്ത്രണമുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് രീതികളിലേക്ക് മടങ്ങാൻ CPM നിർബന്ധിതമാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ നിരീക്ഷണവും നിയന്ത്രണവും ഏർപ്പെടുത്തുവാൻ പാർട്ടി സംസ്ഥാന ഘടകം ആലോചിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ സൂചനകൾ. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട് തന്നെ പിണറായി വിജയനെതിരായ തെരഞ്ഞെടുപ്പ് കുറ്റപത്രമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അതേസമയം KPCC-യിൽ കോൺഗ്രസിന്റെ വിജയത്തിനും വളർച്ചയ്ക്കും അത്താണിയായ KC വേണുഗോപാലിന് നന്ദി പറഞ്ഞുള്ള പ്രമേയത്തെ KPCC നേതൃത്വം ഒന്നടങ്കം കൈയടിച്ച് അംഗീകരിക്കുകയായിരുന്നു. ഇത് എന്തിലേക്കുള്ള പോക്കാണ് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഘടകകക്ഷിയായ CPI കടുത്ത വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ ഉയർത്തപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ പോലും CPM നേതാക്കൾ രംഗത്തെത്തിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ദുർബലമായ പ്രതിരോധം പിണറായി പ്രതിച്ഛായയുടെ ഇടിവിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. നിഴലായി കൂടെ ഉണ്ടായിരുന്ന നേതാക്കൾ പിണറായി ശൈലിയെ വിമർശിക്കുമ്പോഴാണ് കോൺഗ്രസിൽ KC-യുടെ പ്രവർത്തന ശൈലിക്ക് പ്രാധാന്യമേറുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കേരള രാഷ്ട്രീയ ഭൂമിക നിരവധി അധികാരിയുടെ വളർച്ചകൾക്കും തളർച്ചകൾക്കും അരങ്ങൊരുക്കിയിട്ടുണ്ട്. അത്തരമൊരു കൗതുക കാഴ്ചയാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃയോഗങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രകടമാകുന്നത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. CPM-ൽ VS പിണറായി വിഭാഗങ്ങൾ മുഖാമുഖം പോരാടിയ കാലത്തിനു ശേഷം ഇതാദ്യമായാണ് പിണറായി വിജയനെതിരായ കടുത്ത വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നത്. ഭരണവിരുദ്ധതയും ദൗർബല്യങ്ങളും അടക്കം നേതാക്കൾ അക്കമിട്ട് നിരത്തിയ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ പോലും പിണറായി വിജയന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇതിന് കാരണമായ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് KC വേണുഗോപാലിനെ സഹായിക്കുന്നത് എങ്കിൽ പിണറായി വിജയനെ തകർക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിൽ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു വ്യക്തി പാർട്ടിയിലില്ല. VD സതീശനും K സുധാകരനും രമേശ് ചെന്നിത്തലയും എല്ലാം അവരവരുടെ വഴിക്ക് നീങ്ങുമ്പോൾ പാർട്ടിയിലെ ഭിന്നത തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പോലും മറനീക്കി പുറത്തു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ദേശീയ നേതൃത്വത്തിനു കൂടി പ്രിയപ്പെട്ട KC വേണുഗോപാലിന്റെ സംസ്ഥാനത്തെ സാന്നിധ്യം കൂടുതൽ പ്രസക്തമാകുന്നത് എന്ന് കോൺഗ്രസുകാർ പറയുന്നു. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടുവാനും തരണം ചെയ്യുവാനുള്ള കഴിവ് ഒരു നേതാവ് എന്ന നിലയിൽ KC വേണുഗോപാൽ ആർജിച്ചു കഴിഞ്ഞു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലിരുന്ന് അതിന്റെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. ആസൂത്രണ മികവും മികച്ച സംഘാടകത്വവും KC വേണുഗോപാലിനെ ദേശീയ തലത്തിൽ എന്ന പോലെ സംസ്ഥാനത്തും സ്വീകാര്യനാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ KC-യുടെ സംഘടനാ പാഠവും അനുഭവിച്ചറിയുകയും ചെയ്തു എന്നുള്ളതാണ്. കൂടാതെ മത സാമുദായിക നേതാക്കളുമായുള്ള KC-യുടെ വ്യക്തിബന്ധം കോൺഗ്രസിന് കൂടുതൽ കരുത്ത് പകരുന്നു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ദേശീയ നേതാവെന്ന നിലയിലുള്ള KC-യുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സൗഹൃദങ്ങളുണ്ട്. വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് സന്ധി ചെയ്യാത്ത നിലപാടുകളുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ എല്ലാവർക്കും കൂടുതൽ സ്വീകാര്യനാക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രൈസിസ് മാനേജറായി കേരള നേതാക്കൾ KC-യെ കണ്ടു തുടങ്ങുന്നുണ്ടോ? KPCC-യുടെ രാഷ്ട്രീയ പ്രമേയം അതിന് അടിവരയിടുന്നതാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പലതും നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയില്ല എന്നുകൂടി പറയട്ടെ. കാരണം KC വേണുഗോപാലിനെ പോലൊരു AICC-യുടെ സംഘടനാ ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ തുലച്ചു തോൽപ്പിച്ചത് നമ്മൾ മടുത്തതാണ്. ഇനിയും അത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു നേതാവിനെയാണോ കേരളത്തിന് ആവശ്യമെന്ന് ഇവിടുത്തെ കോൺഗ്രസുകാർ ഇനിയും മടിക്കാതെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ വായ്ധോരണികളും ഒപ്പം തന്നെ ഇങ്ങനെ പുകഴ്ത്തലുകളും കൊണ്ട് വല്ലാതെ ഒരു നേതാവിനെ ഇങ്ങനെ കേരളത്തിലേക്ക് വലിച്ചു കെട്ടി ഇറക്കരുത്. ഈ വരുന്നത് KC വേണുഗോപാലിന്റെ തന്നെ ആരൊക്കെയോ പിന്നാമ്പുറത്ത് നിന്ന് കളിക്കുന്നതിന്റെ സൂചനയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ 2024 കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുവാനുള്ള കുപ്പായം അങ്ങ് ഡൽഹിയിൽ ഇരുന്ന് കൽപ്പിച്ചതിന് ശേഷമാണ് KC വേണുഗോപാൽ കേരളത്തിലേക്ക് കാലുകുത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരിയാണ്, CPM-ലും കോൺഗ്രസിനുമൊക്കെ പുതിയ ധ്രുവീകരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ സൂചന ഉണ്ട്
എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ മുഖ്യമന്ത്രി കുപ്പായം തുന്നിവന്നിരിക്കുന്ന കെ.സി. വേണുഗോപാലും മുഖ്യമന്ത്രി കുപ്പായം അഴിക്കാൻ കാത്തിരിക്കുന്ന പിണറായി വിജയനും ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പിന്നിലുള്ള കണ്ണുകൾ നിങ്ങൾക്കെതിരാണ് എന്ന് പറന്നു പോകരുത്. വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്കയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാവുകയാണെങ്കിൽ കെ.സി. വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി പദം എന്ന് പറയപ്പെടുന്നത് സ്വപ്നത്തിൽ മാത്രമായിരിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും CPM-ലും കോൺഗ്രസിലും ഒക്കെ പുതിയ ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ട്. അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഏത് തരത്തിലായിരിക്കും എന്ന് അറിയണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഒപ്പം തന്നെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദം എന്ന് ഒഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളും വലിയ ചർച്ചയാകാൻ പോകുന്ന ദിവസങ്ങൾ അതിക്രമിച്ചിട്ടില്ല എന്ന് കൂടി പറയട്ടെ.